2012 ഹീറോ റിലീസായി സൂപ്പർ സ്റ്റാർഡം പദവി രാജുവേട്ടൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം രാജുവേട്ടന് ഒരു മോഹം തോന്നി. വിജയ് സിനിമ എസ്തെറ്റിക്സിൽ ഒരു സിനിമ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ലാലേട്ടൻ സിനിമ എസ്തെറ്റിക്സ് പിടിക്കാമെന്നും പറഞ്ഞു നേരെ രാജുവേട്ടൻ എനിക്കൊരു തമ്പുരാൻ വേഷം ചെയ്യണമെന്നും പറഞ്ഞ് ഷാജി കൈലാസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് കയ്യിൽ സ്ക്രിപ്റ്റ് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഷാജി കൈലാസ് രാജുവേട്ടനോട് ഒരു 3 ദിവസം സമയം ചോദിച്ചു. ആ 3 ദിവസത്തിന്റെ ആദ്യ ദിവസം നാടുവാഴികൾ, നരസിംഹം, ലേലം, വാഴുന്നൂർ, ആറാം തമ്പുരാൻ എന്നീ സിനിമകളൊക്കെ ഒറ്റയിരിപ്പിലിരുന്ന് അദ്ദേഹം കണ്ടു തീർത്തു. 2ാം ദിവസം ഈ സിനിമകളെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു അവിയൽ പരുവമാക്കി. 3ാം ദിവസം ആ ഉണ്ടാക്കിയ അവിയലെടുത്ത് ഒരു പേപ്പറിലങ്ങ് പുരട്ടി. അങ്ങനെ ആ മഹാദുരന്തം സംഭവിച്ചു. ഈ സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ എഡിറ്റിംഗ് ആണ്. മലയാളം സീരിയലുകൾ പോലും നാണിച്ച് കുണുങ്ങിപ്പോകുന്ന അവർക്കൊരു വെല്ലുവിളിയാകുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് ഈ സിനിമ സാക്ഷ്യം വഹിച്ചത്. മായാവതി മുൻപേ ഉറപ്പിച്ചതാണ് തന്റെ പ്രധാന ശത്രു ഈ ഊർമിളാദേവി എന്ന്. കാരണമൊന്നുമില്ലെങ്കിലും മാന്തൽ മായാവതിയുടെ ശീലമാണ്. മായാവതി കടിച്ചാലും മുടങ്ങും ഒരു ദിവസത്തെ അത്താഴം. അപ്പോൾ മുടങ്ങുന്നതോ ഈ ഊർമിളാദേവിയുടെ അത്താഴവും. ചന്ദനമഴ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും. എഡിറ്റിംഗിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച സിനിമ തന്നെയായിരുന്നു സിംഹാസനം. ഈ സിനിമ കണ്ടതിന് ശേഷമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മൈഗ്രെയിൻ എന്ന അസുഖം പിടികൂടിയത്. അപ്പൊ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ സിനിമയിലെ നായകതുല്യ കഥാപാത്രമായ മാധവേട്ടന്റെ വരവാണ്. हम उसे क्यों मार रहे हैं? अपने बेटे को बिना बाप के बड़ा कराने के लिए। हम अनाथ हैं, ഗുണ്ടേ नहीं. ഈ മാധവേട്ടനല്ല, ഈ മാധവേട്ടൻ ചന്ദ്രഗിരിയിലെ ഒരു വലിയ സംഭവമാണ്. ചന്ദ്രഗിരിയിലെ ഒരു വീട്ടിലെ ഒരു പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിലും കക്കൂസിലെ ഫ്ലഷ് വർക്ക് ആവുന്നില്ലെങ്കിലും നാട്ടുകാർ ഓടി മാധവേട്ടന്റെ വീട്ടിലേക്ക് വരും. ഇത്രയും കഴിവിട്ട നാട്ടുകാരുടെ രാജാവാണ് മാധവേട്ടൻ. എന്തിനു പറയാൻ, നാട്ടിലെ CM പോലും മാധവേട്ടനോടാണ് സഹായം ചോദിച്ചു വരുന്നത്. CM വന്നിരിക്കുന്നു മാധവേട്ടനെ കാണാൻ. മാധവേട്ട, ഇവനൊക്കെ ആരുടെ പിടിച്ച് CM ആക്കിയത്? ഈ വിവരദോഷികൾ തന്നെ ആയിരിക്കും. അങ്ങനെ CM മാധവേട്ടനോട് ഒരു സഹായം ചോദിക്കും. ബെല്ലാരിയിലോട്ട് ഒളിച്ചോടിപ്പോയ 3 MLA-കളെ പിടിച്ചോണ്ട് വരാൻ. അതിനുവേണ്ടി മാധവേട്ടൻ ബെല്ലാരിയിലേക്ക് തിരിക്കും. അവിടെ എത്തുമ്പോൾ അവരെല്ലാം ഹേമലത ഗുണ്ടമ്മയുടെ പ്രൊട്ടക്ഷനിലാണ്. മാധവേട്ടന്റെ ഇടം കൈയായ ജമാലിനെ കാണുമ്പോൾ ഹേമലത ഉടനെ ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ഹേമലത ഗുണ്ടമ്മ പക്ക മാസം എന്നും പറഞ്ഞ് കോപ്രായം കാണിച്ചു നിൽക്കുമ്പോൾ മാധവണ്ണൻ കളത്തിലിറങ്ങും. മാധവണ്ണനെ കണ്ടതും ഹേമലതയ്ക്ക് ഒടുക്കത്തെ ബഹുമാനം. മാധവണ്ണോ എന്നിട്ട് മാധവണ്ണൻ ഗുണ്ടമ്മയെ പണ്ട് രക്ഷിച്ച കഥ പറയും. തലശ്ശേരി മംഗലാപുരം റൂട്ടില് ബിസിനസ് നടത്തിയിരുന്ന എന്റെ ലോറികൾ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലിയ കേസ്. കാസർഗോഡായിരുന്ന എന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കസ്റ്റഡിയിലെടുത്തു. നേരെ കോർട്ട്, ജയിൽ. ഒരു മുൻപരിചയം ഇല്ലാതെ എന്നെ സഹായിച്ചത് ഈ മാധവണ്ണനാ. നല്ല പഷ്ട് രക്ഷിക്കൽ. എന്നാലും എന്തിനായിരിക്കും മാധവണ്ണൻ ഒരു മുൻപരിചയവും ഇല്ലാത്ത ഗുണ്ടമ്മയെ രക്ഷിച്ചത്? മാധവണ്ണോ അവിടെ വന്ന് വിട്ടു ഞാൻ. മനസ്സിലായോടാ കാലുമാറി നായ്ക്കളെ. കൊള്ളാം. പ്രൊട്ടക്ഷൻ തരാമെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ട് മാധവണ്ണനെ കണ്ടപ്പോ കാലുമാറി അവർക്കിട്ട് പണിഞ്ഞതും പോരാ, എന്നിട്ടിപ്പോ അവരെ കാല് വാരിയെന്ന്. ശേഷം കഥാനായകന്റെ ഇൻട്രോ. റോഡിന്റെ നടുവിൽ കൂടെ മന്ദം ജോഗ് ചെയ്തുകൊണ്ട് പോവുകയാണ് എല്ലാവരും. പട്ടാപ്പകൽ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന എക്സൈസ് ഓഫീസേഴ്സിനെ കഥാനായകൻ വളരെ മാസായിട്ട് അടിച്ചു വീഴ്ത്തും. അത് കണ്ടുവന്ന എക്സൈസ് ഓഫീസേഴ്സ് കഥാനായകനോട് തട്ടിക്കേറും. കഥാനായകന്റെ പേര് അർജുൻ. ഇത് ഞാൻ എവിടെയോ ഫസ്റ്റ് കോപ്പി അടിക്കുന്നതോ കോപ്പി അടിച്ച് ആ പേരിനെങ്കിലും കുറച്ച് മാറ്റം വരുത്തിക്കൂടായിരുന്നോ ഷാജി അണ്ണാ? അർജുന്റെ മേൽവിലാസം ചോദിച്ച് മനസ്സിലാക്കിയ എക്സൈസ് ഓഫീസേഴ്സ് ഞെട്ടും. അറിയൂന്നല്ല, അത്രയ്ക്ക് ഉപകരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് എടുത്തു പോയ ജീവൻ പിടിച്ചു പറിച്ച് തിരിച്ചു വാങ്ങിച്ചു തന്നിട്ടുണ്ട് ചന്ദ്രഗിരി വാഴുന്ന ദൈവം, നിന്റെ അച്ഛൻ. ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ബാംഗ്ലൂരിലും ഉണ്ടടാ മാധവേട്ടന് പിടി. എന്തുട്ട മാധവേട്ടന്റെ സെറ്റപ്പ്. ശേഷം അർജുൻ നാട്ടിലെ ഉത്സവത്തിന് പോവുകയാണെന്നും പറഞ്ഞു കൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന മാമന്മാരോട് യാത്ര പറഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിക്കും. അർജുന് നാട്ടിലും ബാംഗ്ലൂരിലുമായിട്ട് 2 കുട്ടികളുണ്ട്. നാട്ടിലെ കുട്ടിയുടെ പേരാണ് ലച്ചു. നല്ലൊരു നാടൻ മലയാള തനിമയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓവർ ക്യൂട്ട്നെസ് വാരി അങ്ങ് പൊത്തും. പനി പറഞ്ഞു ചൂടുണ്ടോന്ന്? ഇല്ലല്ലോ. ജലദോഷോ? ഇല്ല. ചേട്ടായി ഞാൻ നിന്റെയാണോ?
ചന്ദ്രഗിരിയിലെ കലിപ്പനും കാന്താരിയുമാണ് അച്ചുവും ലച്ചുവും. അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അർജുന്റെ ബാംഗ്ലൂരിലെ കുട്ടി അർജുനെ അന്വേഷിച്ച് നാട്ടിലേക്ക് വരുന്നത്. അച്ചുവിനെ അറിയില്ലേ? അച്ചു, അർജുൻ മാധവ്, ജഗന്നാഥൻ, ജഗ്ഗു. രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അച്ചുവേട്ടൻ രണ്ടുപേരെയും അങ്ങ് ഒരുമിച്ച് കല്യാണം കഴിക്കും. അവരുടെ കല്യാണ ആൽബത്തിന്റെ കാസറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ശേഷം ബാംഗ്ലൂരിലെ കുട്ടിയോടൊപ്പം കൂടെ പഠിക്കുന്ന മാമന്മാരും ചന്ദ്രഗിരിയിലെത്തും. ബാംഗ്ലൂരിലെ കുട്ടി അച്ചൂട്ടന്റെ ഭാര്യമാർ വളരെ സന്തുഷ്ടയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അങ്കിള് വന്നിട്ട് ഇവർ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. നോക്കണ്ട, അച്ചുവിന്റെ കാര്യത്തിൽ അവൾക്കൊരു പ്രത്യേക കെയറുണ്ട്. ആ നിനക്കൊരു ഭീഷണിയാ. യു ബെറ്റർ ബി കെയർഫുൾ. സുധിയേ, അങ്ങോട്ട് നോക്ക്. അവനെ അവളെയും കൊണ്ടേ പോവൂ. അനുഭവിച്ചോളിയാ, കണ്ടില്ലേ? അവൻ വിളിച്ചാലേ അവള് പോവും. കുത്തിത്തിരിപ്പ് കഥാപാത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു കുത്തിത്തിരിപ്പ് സ്റ്റാർ. അവിടെ വെച്ച് മാധവേട്ടൻ വീണ്ടും ഒരു അനാവശ്യ വള്ളി പിടിക്കും. ആ വള്ളി തീർക്കാൻ കുറച്ച് സീരിയൽ എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് മാധവേട്ടൻ നല്ല മാസായിട്ട് അങ്ങ് പോകും. തന്നോട് പാരങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അച്ഛന്റെ സീരിയൽ മാസ് എപ്പിസോഡിന് ശേഷം മകന്റെ സീരിയൽ മാസ് എപ്പിസോഡ്. ഇനി ഒരു നോക്ക് കാണാനാകുമോ ഇവരെയൊക്കെ? ഇവിടെ ഇങ്ങനെയാണ് ഇവനെങ്കിൽ തകർന്നു പോകും, വെന്ത് വെണ്ണീറാകും ഈ ഹൃദയങ്ങൾ. നനച്ചിരിക്കാതെ എത്തുന്ന ഈ വില്ലിന് മുന്നിൽ ഇവൻ അടിയറവ് പറയുമോ? സംഭവ ബഹുലമായ രംഗങ്ങൾ നിറഞ്ഞ ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. ശേഷം അച്ചുവേട്ടന്റെ വക ഒരു ഡാൻസ്. ഇതിനുശേഷമാണ് യഥാർത്ഥ വില്ലന്മാരുടെ വരവ്. ഹോട്ടൽ അന്നപൂർണ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നടത്തുന്ന 3 സഹോദരങ്ങൾ, രാമനുണ്ണി, ഭാർഗവനുണ്ണി, കൃഷ്ണനുണ്ണി. ചേട്ടാ, ഇനി കന്നഡ വേണ്ട. കാണുന്ന പ്രേക്ഷകരുടെ പൾസറിന് ഡയലോഗ് എഴുതിയവൻ ഇരിക്കട്ടെ ഒരു കഴുതപ്പവൻ. സംഭവം ഇവർക്ക് മാധവേട്ടനോടുള്ള പ്രതികാരത്തിന് കാരണം, ഇവർ പണ്ട് കേരളത്തിൽ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹോട്ടലിൽ നിന്നും ശാപ്പാടടിച്ച് വയറളവി തൂറി എറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചന്ദ്രഗിരിയിലെ മാധവൻ അവരുടെ ഹോട്ടൽ അടച്ചുപൂട്ടി അവരെ നാട് കടത്തി. അങ്ങനെ ഈ 3 സഹോദരങ്ങളുടെ അച്ഛൻ വിഷമത്തിൽ അവരുടെ ഹോട്ടലിൽ ശാപ്പാടെടുത്ത് കഴിച്ച് വയറിളവി ആത്മഹത്യ ചെയ്തു. ഇതിനെല്ലാം കാരണമായത് മാധവേട്ടനാണെന്ന് വിശ്വസിച്ച് പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുകയാണ് വയറിളക്കി ബ്രദേഴ്സ്. അങ്ങനെ ആ ബ്രദേഴ്സിനെ കാണാൻ മാധവേട്ടൻ അച്ചുവേട്ടനും ഒരുമിച്ചെത്തി. വീണ്ടും സീരിയൽ ലെവൽ മാസ് എപ്പിസോഡ്. മാസൊക്കെ കണ്ട് കോരിത്തരിച്ചു നിൽക്കുന്ന രാമനുണ്ണി പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്നെ. നമ്മൾ കടബന്ധരയിൽ വെച്ച് മോനെ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ട് നമുക്ക് പേരുത്തി ഇഷ്ടമായി. ശേഷം ഈ 3 ഉണ്ണികളും കൂടി തമിഴ്നാട്ടിൽ നിന്നും അവർക്ക് സഹായിയായി വെട്ടറിമാരനെ കൊണ്ടുവരും. അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കി വെട്രിമാരൻ മാധവേട്ടനെ പ്ലക്കും. മാധവേട്ടനെ പ്ലക്കി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് വെട്രിമാരൻ ജമാലിനെ കാണുന്നത്. പിന്നീട് സംഭവിച്ചത്, മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും, അങ്ങോട്ട് ബാ, ഇക്ക് പൊറോട്ട ഇറച്ചിയും മേടിച്ചുതരാം. പൊറോട്ട ഇറച്ചിയും മേടിച്ചു, അല്ലാതെ പൊറോട്ട ഇറച്ചിയും മേടിച്ചുതരാം. മാധവേട്ടനെ പ്ലക്കിയെന്നറിഞ്ഞ അച്ചു കോപം കൊണ്ട് ജ്വലിച്ചു. ഞാനിപ്പോ പോകുന്നു.
ഇതിനുശേഷം അച്ചു നേരെ വീട്ടിലോട്ട് പോകുന്ന വഴി നരസിംഹത്തിന്റെ കാസറ്റ് വാങ്ങി ടിവിയിൽ ഇട്ട് കാണും. അതിലെ ഒരു സീൻ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അതുപോലെ വരണം, അല്ല അത് തന്നെ സ്വന്തം ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യും. ഇതറിഞ്ഞ ഉണ്ണി ബ്രദേഴ്സിന്റെ ചങ്ക് തകരും. അവർ ചന്ദ്രഗിരിയിൽ വന്നിട്ട് സിംഹത്തിന്റെ മടക്കകത്ത് ചെന്ന് വേട്ടയാടും. അതാണ് ഞങ്ങൾ അന്നപൂർണയുടെ ഒരു രീതി. ഇത് കേട്ട് അച്ചുവേട്ടൻ തിരിച്ചും മാസ് കാണിക്കും. ഏട്ടന്മാരൊന്ന് നിക്കണം. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. അച്ഛനുണ്ടായി പോയി, അല്ലെങ്കിൽ നീ അർഹിക്കുന്ന മറുപടി ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഉണ്ണി ബ്രദേഴ്സിന് ആ മറുപടി കേൾക്കാതെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പൊറുതിമുട്ടിയ അവർ ആ മറുപടി കേൾക്കാൻ വേണ്ടി അച്ഛനെ അങ്ങ് തട്ടി. ഇനി അച്ചുവിന് ധൈര്യമായിട്ട് മറുപടി പറയാലോ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ മറുപടി അച്ചു പറഞ്ഞു. മാധവേട്ടനെ കൊല്ലും മുമ്പ് ഉണ്ണി ബ്രദേഴ്സ് അച്ചു വാങ്ങിയ അതേ കടയിൽ നിന്നും ലേലത്തിന്റെ കാസറ്റ് കൂടി വാങ്ങിയായിരുന്നു. എന്നിട്ട് അതിൽ ആനക്കാട്ടിൽ ഈപ്പച്ചനെ കൊല്ലുന്ന റെഫറൻസ് എടുത്തിട്ടാണ് മാധവേട്ടനെ അവർ കൊല്ലുന്നത്. സത്യം പറഞ്ഞ അറ്റ്ലി പോലും ഇങ്ങനെ കോപ്പി അടിച്ചിട്ടുണ്ടാവില്ല. മാധവേട്ടനെ കൊന്നതിന് പ്രതികാരമായിട്ട് അച്ചുവേട്ടനും വില്ലന്മാരെ റെയ്ഡ് ചെയ്ത് ഇല്ലാതാക്കും. ശേഷം ക്ലൈമാക്സിൽ എന്തായാലും ഇത്രയൊക്കെ കോപ്പി അടിച്ചു, എന്നാ പിന്നെ രാജമാണിക്യത്തിൽ നിന്നും കൂടി കുറച്ച് റെഫറൻസ് എടുത്തേക്കാമെന്നും കരുതി പോത്തിന് പകരം ആനയെ കൊണ്ട് ചവിട്ടി വില്ലനെ കൊല്ലിക്കുന്നു. കൊന്നുകഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ വീണ്ടും ഒരു പാട്ട്. പോയാൽ ചില കപ്പൽ കരയേറും, കൊടൈക്കനാൽ പോയാൽ മഴമേഘം വരവേൽക്കും. കസറിവാ കസറിവാ തമ്പൂരാട്ടി, ഇതിലെ വാ ഇമ്പമൂട്ടി. അങ്ങനെ പടം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുവായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമ വാർത്തകളും വിശേഷങ്ങളും കമന്റിൽ അറിയിച്ചാൽ നമ്മൾ വരും ദിവസങ്ങളിൽ അത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.